സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം, ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം കാരുണ്യ ചികിത്സാ പദ്ധതി അതൊരു വലിയ കാര്യം തന്നെയായിരുന്നു. കാര്യം മെഡിക്കൽ കോളേജുകളിൽ പണമില്ലാത്തവർക്ക് ഉള്ള പദ്ധതിയാണത് കാരുണ്യ പദ്ധതി. ആ കാരുണ്യ പദ്ധതിയിലൂടെ അടിയന്തര ചികിത്സാ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പണം അത് സർക്കാരിൻ്റെ ചികിത്സാ ഫണ്ടിൽ നിന്നും അല്ലെങ്കിൽ കാരുണ്യ പദ്ധതിയിലൂടെ അല്ലെങ്കിൽ ഇൻഷുറൻസിലൂടെ ലഭ്യമാക്കുന്നൊരു പദ്ധതി. ആ പദ്ധതിയാണ് ഇപ്പോൾ ഏകദേശം നിലച്ചിരിക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് പ്രൈവറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുകൾ ഈ പദ്ധതിയിൽ നിന്നും പിന്മാറി എന്നുള്ളതാണ്. അവർക്ക് സൗജന്യമായി ചികിത്സ കൊടുക്കാൻ തയ്യാറല്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സർക്കാർ കൊടുക്കേണ്ടുന്ന ഇത്തരം സൗജന്യ ചികിത്സകൾ നൽകിയതിന് സർക്കാർ കൊടുക്കേണ്ടുന്ന പ്രതിഫലം പണം അത് കോടിക്കണക്കിന് രൂപയാണ് കൊടുക്കാനുള്ളത്. ആ പണം ലഭ്യമാക്കാതെ ഇനി സൗജന്യ ചികിത്സ ലഭ്യമാക്കാൻ കഴിയില്ല എന്നാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലെ മാനേജ്മെന്റിന്റെ കൂട്ടായ തീരുമാനം. ഇതുകൊണ്ടാണ് സൗജന്യ ചികിത്സകൾ ലഭ്യമാകാതിരിക്കുന്നത്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആരോഗ്യവും വിദ്യാഭ്യാസവും. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത് ഒരു നാടിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ആരോഗ്യമുള്ള സമൂഹമുണ്ടെങ്കിൽ ആരോഗ്യകരമായ ക്ഷേമ പ്രവർത്തനങ്ങൾ, ആരോഗ്യകരമായ അത് കാർഷിക രംഗത്തായാലും വ്യവസായ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും അതുപോലുള്ള ശാസ്ത്ര രംഗത്തായാലും വൈദ്യരംഗത്തായാലും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അത് ഉയർന്ന നിലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും എക്സിക്യൂട്ടീവ് റാങ്കുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും താഴെ തട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായാലും ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് എല്ലാ രംഗത്തും ആവശ്യം. ആ രംഗത്താണ് ആ രംഗമാണ് ഇപ്പോൾ തകിടം മറിയുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം സൗജന്യ ചികിത്സാ പദ്ധതിയിൽ നിന്നും മാനേജ്മെന്റ് മെഡിക്കൽ കോളേജുകൾ പിന്തിരിയുമ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അവിടെയെല്ലാം ചികിത്സാ സൗകര്യങ്ങൾ യഥാക്രമം ലഭിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അല്ലെങ്കിൽ ലഭിക്കാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലവിലുണ്ട്. പല കാര്യങ്ങളിലും പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളെയാണ് അല്ലെങ്കിൽ ആശ്രയിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക ലഭിക്കാതെ അവർ കൊടുക്കില്ല എന്നുള്ള കൂട്ടായ തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനം നിലനിർത്തിക്കൊണ്ട് പോകാതെ എത്രയും പെട്ടെന്ന് അവർക്ക് കൊടുക്കേണ്ടുന്ന കുടിശ്ശിക കൊടുത്തുകൊണ്ട് കാരുണ്യ പദ്ധതി ഫലപ്രദമായി സർക്കാർ മേഖലകളിലും സർക്കാർ മേഖലകളിലെ പോലെ തന്നെ മാനേജ്മെന്റ് മേഖലകളിലും കാര്യക്ഷമമായി സുതാര്യമായി നടപ്പാക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സാധാരണക്കാരെല്ലാം ആശ്രയിക്കുന്ന കാരുണ്യ പദ്ധതി ഒരു കാരണവശാലും മുടങ്ങാതിരിക്കുന്നതിന് സർക്കാർ വളരെ ഗൗരവപൂർവ്വം തന്നെ ആ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.